നമസ്തേ. കുറേയായി കഥ കേട്ടിട്ട്. അപ്പോൾ ഒരു കഥയുടെ പേര് തെനാലി രാമഃ. തെനാലി രാമൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണല്ലോ തെനാലി രാമൻ. സിമ്പിളായിട്ടുള്ള ഭാഷയാണ്. നമ്മൾ ഇതുവരെ കണ്ട പദങ്ങളാണ് കൂടുതലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ സംസ്കൃത ഭാരതിയുടെ ഒരു സെറ്റ് പുസ്തകങ്ങളുണ്ട്. ഇതിന് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സരള സംസ്കൃത പരീക്ഷ എന്നാണ് ഇതിൻ്റെ പേര്. സരള സംസ്കൃത പരീക്ഷ. ഇതിൽ 4 പുസ്തകങ്ങളുണ്ട് ഇവർക്ക്. 1, 2, 3, 4 ഈ സരള സംസ്കൃത പരീക്ഷയുടെ 4 പുസ്തകങ്ങളുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പവും സംസ്കൃതം കൂടുതൽ പഠിക്കാൻ. അപ്പം അതിൽ നിന്നും കുറേ ഞാൻ എടുത്തിട്ടുണ്ട്. കഥകളും ശ്ലോകങ്ങളൊക്കെ അല്ലാതെയും എടുത്തിട്ടുണ്ട്. അപ്പം തുടക്കത്തിൽ പഠിക്കുന്നവർക്ക് ഈ പുസ്തകം ഉപയോഗിക്കാം. അക്ഷരങ്ങൾ മുതൽക്ക് അവർ നല്ല ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. തെനാലി രാമഃ. തെനാലി നാമ ഗ്രാമഃ. ഇതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൊണ്ട് എഴുതിയെടുക്കണം എന്നില്ല. അത് നോക്കിയിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. തെനാലി നാമ ഗ്രാമഃ. സിമ്പിളാണല്ലോ. ഗ്രാമഃ ഗ്രാമം, നാമ പേര്. എന്താണ്? തെനാലി. തെനാലി എന്ന പേരുള്ള ഒരു ഗ്രാമം. തത്ര ലഘു ബാലകഃ അസ്തി. തത്ര അവിടെ നമ്മൾ പഠിച്ചല്ലോ. അത്ര ഇവിടെ, തത്ര അവിടെ. തത്ര അവിടെ എവിടെ? തെനാലി രാമ ഗ്രാമേ. തെനാലി എന്ന പേരുള്ള ആ ഗ്രാമത്തിൽ ലഘു ബാലകഃ കുട്ടി, ചെറിയ കുട്ടി, അസ്തി ഉണ്ട്. നമ്മൾ കണ്ടുവല്ലോ. അസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, നാസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അസ്തി ഉണ്ട്. അടുത്തത് എന്തായിരിക്കും? അപ്പോൾ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. അടുത്തത് എന്താ പറയുക? പൊതുവേ കുട്ടിയുടെ പേര് പറയുമല്ലേ. അപ്പോൾ ബാലകസ്യ നാമ രാമഃ. ബാലകസ്യ ബാലകന്റെ, കുട്ടിയുടെ, നാമ പേര്, രാമഃ രാമൻ. സഹ ബുദ്ധിമാൻ അസ്തി. സഹ എന്ന് പറയുമ്പോൾ അവൻ. സഹ അവൻ, പ്രോണൗൺ എന്ന് പറയുമല്ലോ. അവൻ്റെ പേരാണ് രാമൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് രാമൻ 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 പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ സഹ അവൻ, ബുദ്ധിമാൻ ബുദ്ധിമാൻ, അസ്തി ആണ്, ബുദ്ധിമാൻ ആണ്. കിന്തു ഗൃഹേ ധനം നാസ്തി. കിന്തു പക്ഷേ, ഗൃഹേ ഗൃഹത്തിൽ, വീട്ടിൽ, ധനം നാസ്തി ഇല്ല. പഠനം ച നാസ്തി. പഠനം ച എന്ന് പറയുമ്പോൾ പഠനവും, ച എന്ന് നമ്മൾ പദം കണ്ടുവല്ലോ, അവ്യയമാണ് എന്ന്. പഠനവും ച നാസ്തി ഇല്ല. തത്ര ദേവീ മന്ദിരം അസ്തി. തത്ര അവിടെ, ആ ഗ്രാമത്തിൽ, ദേവീ മന്ദിരം, ദേവിയുടെ ഒരു ക്ഷേത്രം, അമ്പലം, അസ്തി ഉണ്ട്. തത്ര ഗച്ഛതി. തത്ര അവിടെ, ആ മന്ദിരത്തിൽ, ഗച്ഛതി പോകുന്നു. നമ്മൾ കണ്ടുവല്ലോ. ആഗച്ഛതി വരുന്നു, ഗച്ഛതി പോകുന്നു, അവിടെ പോകുന്നു. ഭക്തിപൂർവം ദേവീം നമതി. ഭക്തിപൂർവം, ഭക്തിയോടുകൂടി, ഭക്തിപൂർവമായിട്ട്, ദേവീം ദേവിയെ, നമതി. നമതി എന്നുള്ള പദം നമ്മൾ കണ്ടിരുന്നു, ക്രിയ. നമിക്കുന്നു. ധ്യാനം ച കരോതി. ധ്യാനവും, ധ്യാനം ച എന്ന് പറയുമ്പോൾ ധ്യാനവും, കരോതി ചെയ്യുന്നു. ബഹുകാലഃ അതീതഃ. ബഹുകാലഃ വളരെ കാലം, അതീതഃ കഴിഞ്ഞുപോയി. ദേവി രാമസ്യ ഭക്ത്യാ സന്തുഷ്ടാ ഭവതി. ദേവി രാമസ്യ രാമന്റെ, ഭക്ത്യാ ഭക്തി കൊണ്ട്, സന്തുഷ്ടയായി, ഭവതി ഭവിച്ചു. ഈ ഭവതി എന്ന ക്രിയ അസ്തി എന്ന ക്രിയ പോലെ തന്നെയാണ് അർത്ഥം. അസ്തി ഉണ്ട്, ഭവതി ഉണ്ട്, ആയി എന്നൊക്കെ. സന്തുഷ്ടയായി ഭവിച്ചു. സാ രാമം പൃച്ഛതി.
ഇവിടെ ഒരു പുതിയൊരു ക്രിയാപദം പൃച്ഛതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു. ചോദിച്ചു അല്ല, പൃച്ഛതി ചോദിക്കുന്നു, വർത്തമാനകാലം. സാ അവൾ. നമ്മൾ രാമനെ പറഞ്ഞപ്പോൾ സഹ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ. ഇവിടെ ദേവി സ്ത്രീലിംഗമായതുകൊണ്ട് സാ എന്ന് പറഞ്ഞു. നമ്മൾ ഇത് പഠിക്കും സാ എന്ന പദത്തിനെ പറ്റിയിട്ട്. സാ അവൾ ദേവി രാമം രാമനോട് പൃച്ഛതി ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? ബാല കിം ആവശ്യകം. ബാല കുട്ടി അല്ലയോ കുഞ്ഞെ, സംബോധന ചെയ്യാണ്, കുട്ടിയെ വിളിക്കുകയാണ്. ബാല കിം ആവശ്യകം. കിം എന്ത്, ആവശ്യകം എന്താണ് വേണ്ടത്. രാമഃ വദതി. നമ്മൾ പറഞ്ഞു വദനം. അപ്പോൾ വദതി രാമൻ പറയുന്നു. മമ വിദ്യ നാസ്തി ധനമപി നാസ്തി. മമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ, എനിക്ക്. വിദ്യ നാസ്തി വിദ്യ ഇല്ല. ധനം അപി നാസ്തി ധനവും ഇല്ല. ഇവിടെ നമ്മൾ വേറൊരു പുതിയ അവ്യയം കൂടി പഠിക്കുകയാണ്. അപി. അപി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായൻ്റെ പോലെ തന്നെ അർത്ഥം. അപി കൂടെ. വേറെ സ്ഥലങ്ങളിൽ അർത്ഥം മാറിയും വരാം. ധനവും ധനം അപി നാസ്തി ഇല്ല. ദേവി. അപ്പോൾ ദേവി എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവി എന്ത് ചെയ്തു? ദേവി പാത്രദ്വയം ദർശയതി. ദേവി പാത്രദ്വയം രണ്ട് പാത്രങ്ങൾ ദർശയതി കാണിച്ചു. കാണിച്ചു കൊടുക്കുന്നതിനാണ് ദർശയതി എന്ന് പറയുന്നത്. കാണുന്നതിന് പശ്യതി എന്നാണ്. പശ്യതി കാണുന്നു, കാണിച്ചു കൊടുക്കുന്നതിന് ദർശയതി. പഠിക്കുന്നു, പഠതി പഠിപ്പിക്കുന്നു. നമ്മൾ കണ്ടു അധ്യാപകഃ പാഠയതി പഠിപ്പിക്കുന്നു. ഛാത്രഃ പഠതി പഠിക്കുന്നു. അതുപോലെ ഇവിടെ ദേവി കാണിച്ചു കൊടുക്കാണ് ദർശയതി. അതിലെന്തായിരുന്നു? ഏകം പാത്രം വിദ്യാക്ഷീരപൂർണം അപരം ധനക്ഷീരപൂർണം. ഏകം പാത്രം ഒരു പാത്രം, വിദ്യാക്ഷീരപൂർണം വിദ്യയാകുന്ന ക്ഷീര പാലുകൊണ്ട് പൂർണ്ണമായിരുന്നു, മുഴുവൻ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപരം മറ്റേത് ധനക്ഷീരപൂർണം ധനമാകുന്ന പാലുകൊണ്ട് പൂർണ്ണമായിരുന്നു. എന്നിട്ട് ദേവി കാണിച്ചു കൊടുത്തിട്ട് ദേവി പറയാണ് ഏകം പാത്രം സ്വീകരോതു. ഏകം പാത്രം ഒരു പാത്രത്തിനെ സ്വീകരോതു സ്വീകരിച്ചാലും എന്ന് പറയാണ്. ഇപ്പം സ്വീകരോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നു, സ്വീകരോതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിച്ചാലും. ഇപ്പം ഛാത്രഃ പഠതി എന്ന് പറഞ്ഞുവല്ലോ, ഛാത്രൻ പഠിക്കുന്നു. അധ്യാപകൻ വന്നിട്ട് പറയാണ് ഛാത്രഃ ഭവാൻ പഠതു പഠിച്ചാലും എന്ന് പറയാണ്. അതുപോലെ ദേവി സ്വീകരോതു ഒരു പാത്രം സ്വീകരിച്ചാലും എന്ന് പറയാണ്. ഇതി വദതി ഇതി ഇപ്രകാരം വദതി പറയുന്നു ദേവി. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? രണ്ടും എടുക്കുമോ? ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ രണ്ടും എടുക്കുമായിരിക്കും അല്ലേ. രാമഃ വദതി രാമൻ പറയുന്നു. എന്ത് പറയുന്നു? രാമൻ അപ്പം തന്നെ ബുദ്ധിമാനാണല്ലോ. അഹം കിഞ്ചിത് രുചിം പശ്യാമി. ഞാൻ അഹം നമ്മൾ കണ്ടുവല്ലോ. അഹം ഞാൻ, കിഞ്ചിത് അല്പം കുറച്ച്, രുചിയെ പശ്യാമി കാണട്ടെ. നമ്മൾ കണ്ടുവല്ലോ പശ്യാമി എന്ന് വരുന്നു. അപ്പം ഞാൻ എന്നാണ്. പശ്യതി എന്ന് പറയുമ്പോൾ കാണുന്നു. ഇവിടെ പശ്യാമി ആയതുകൊണ്ട് അഹം പശ്യാമി ഞാൻ കാണട്ടെ കുറച്ച് രുചി. ഇതി എന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പം ദേവി സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വേഗം തന്നെ എടുത്ത് കുടിച്ചു. എന്താ പറയുന്നത്? സഹ ശീഘ്രം പാത്രദ്വയം അപ്പി സ്വീകരോതി പൂർണ്ണം പിബതി. പറഞ്ഞു കുറച്ച് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന്. പക്ഷെ ചെയ്തത് എന്താണ്? ദേവിക്ക് ചിന്തിക്കാനുള്ള സമയമേ കൊടുത്തില്ല. വേഗം തന്നെ അത് രണ്ടും എടുത്തിട്ട് രണ്ട് ഫുള്ളായിട്ട് കുടിച്ചു. അല്പം രുചിയൊന്നുമല്ല, അത് മുഴുവനായിട്ട് കുടിച്ചു. എന്ത് ചെയ്തു? സഹ അവൻ ശീഘ്രം വേഗം തന്നെ പാത്രദ്വയം രണ്ടും അപ്പി കൂടെ സ്വീകരോതി എടുത്തു. പൂർണ്ണമായിട്ട് പിബതി. ഇവിടെ ഒരു പുതിയ പദം, ക്രിയാപദം. പിബതി കുടിക്കുന്നു. അപ്പം ദേവിക്കോ സന്തോഷമായി.
നമുക്കാണെങ്കിൽ കോപം വന്നേനല്ലേ, എന്താ പറയുന്നത് എന്നാണോ ചെയ്യുന്നത് വേറൊന്നാണല്ലോ. ദേവി രാമസ്യ സാമർഥ്യം പശ്യതി. ദേവി രാമസ്യ രാമൻ്റെ സാമർഥ്യത്തെ പശ്യതി കാണുന്നു. നേരത്തെ 2 പാത്രങ്ങൾ കാണിച്ചു കൊടുത്തു, അപ്പോൾ ദർശയതി എന്ന് പറഞ്ഞു. ഇവിടെ കാണുന്നു, പശ്യതി. എന്തായി? സന്തുഷ്ടാ ഭവതി. സന്തുഷ്ടയായി ദേവി ഭവിച്ചു. സന്തുഷ്ടാ ഭവതി. എന്നിട്ട് ദേവി പറയാണ് സാ വദതി. സാ ദേവി അവൾ, വദതി പറയുന്നു. ഭവാൻ പ്രസിദ്ധഃ ഭവതി. ഭവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ്. നമ്മളൊരു വേർഡ് കണ്ടു, നീ എന്നുള്ളതിന് വേർഡ് എന്തായിരുന്നു? ത്വം. അഹം ഞാൻ, നീ ത്വം. പക്ഷേ നീ എന്ന് പറയുന്നതിനെക്കാട്ടിലും അങ്ങ് എന്ന് പറയുമ്പോൾ കുറച്ചു സമ്മാനപൂർവ്വം ആദരപൂർവ്വമാണല്ലോ പറയുന്നത്. അതേപോലെ ആദരപൂർവ്വം അങ്ങ് എന്ന് പറയുന്നതിന് ഭവാൻ എന്ന് പറയുന്നു. ഭവാൻ അങ്ങ് പ്രസിദ്ധഃ ഭവതി പ്രസിദ്ധനായി വരുന്നു. കിന്തു പക്ഷേ എന്താണ്? ഒരു പ്രശ്നമുണ്ട്. എവിടെ പ്രസിദ്ധിയുണ്ടോ അവിടെ പിന്നെ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ, അസൂയ വരും. അപ്പോൾ ശത്രുക്കളും എന്തായാലും ഉണ്ടാവും. കിന്തു പക്ഷേ സർവത്ര എല്ലായിടത്തും നമ്മൾ കണ്ടുവല്ലോ, ഈശ്വരഃ സർവത്ര അസ്തി. അതേപോലെ ഇവിടെ എല്ലായിടത്തും എന്തുണ്ടാവും? ശത്രുജനാഹ അപി ഭവന്തി. ശത്രുജനങ്ങളും, ശത്രുജനാഹ അപി ശത്രുജനങ്ങളും ഭവന്തി ഉണ്ട്. ഇതി എന്ന്. രാമഃ സസന്തോഷം ഗൃഹം ഗച്ഛതി. രാമൻ സന്തോഷപൂർവ്വമായിട്ട്, സസന്തോഷം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടെ, ഗൃഹത്തിലേക്ക് ഗച്ഛതി പോകുന്നു. കഴിഞ്ഞിട്ടില്ല അവസാനത്തെ ഒരു സെൻറ്റൻസ്. ഈ രാമന് നമുക്ക് എന്താ ബന്ധം? നമുക്ക് എല്ലാവർക്കും അറിയാം തെന്നാലി രാമൻ എന്തായിരുന്നു എന്നുള്ളത്. അതാണ് പറയാൻ പോകുന്നത്. അനന്തരകാലേ, മുഴുവൻ സെൻറ്റൻസ് വായിക്കാം, അത് കഴിഞ്ഞിട്ട് അർത്ഥം പറയാം. അനന്തരകാലേ സഹ ബാലഃ വിജയനഗര സാമ്രാജ്യേ കൃഷ്ണദേവരാജസ്യ സഭായാം തേനാലിരാമഃ ഇതി പ്രസിദ്ധഃ ജാതഃ. അനന്തരകാലേ അതിനുശേഷമുള്ള കാലത്ത്, സഹ ബാലഃ ആ ബാലൻ തന്നെ, വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവ രാജാവിൻ്റെ സഭായാം സഭയിൽ, തേനാലിരാമഃ ഇതി തെനാലിരാമൻ എന്ന് പ്രസിദ്ധഃ ജാത പ്രസിദ്ധിയെ പ്രാപിച്ചു, നേടി. ഇതാണ് തെനാലിരാമൻ എന്ന കഥ. ഇതിൽ നമ്മൾ ഉപയോഗിച്ച പദങ്ങളെല്ലാം നമ്മൾ കണ്ടു. അസ്തി, നാസ്തി, അവ്യയങ്ങൾ, തത്ര, അത്ര, സർവത്ര, അപി, ച. പിന്നെ ക്രിയാപദങ്ങൾ, പിബതി, പുതിയ പദം കണ്ടു. ദർശയതി, പശ്യതി, പശ്യാമി, സ്വീകരോതി. വേറെ പുതിയ പദങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? അത്രയേ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കണ്ടു തന്നെയാണ്. പിന്നെ നമുക്ക് അസ്തി നാസ്തി എന്ന് ഉപയോഗിച്ചുള്ള കുറച്ച് വാക്യങ്ങൾ കൂടി നമുക്ക് കാണാം. അത് അടുത്ത ക്ലാസ്സിൽ കാണാം.